കാണാൻ എങ്ങനെയുണ്ട്? നല്ല കിടു ലുക്കായിട്ടില്ലേ? ലുക്ക് മാത്രമല്ല കേട്ടോ, ടേസ്റ്റും ഇങ്ങനെ തന്നെയാണ്. വളരെ സോഫ്റ്റ് ആയിട്ട് അവല് വിളയിച്ചത് കഴിച്ചിട്ടുണ്ടോ? താടി കിഴക്കില്ല. ഒരു പ്ലേറ്റ് മുഴുവൻ അവല് വിളയിച്ചത് ഒരു സൈഡിലിട്ട് കഴിച്ചാലും നമ്മളുടെ താടി കിഴക്കില്ല. അത്രയും സോഫ്റ്റ് ആയിരിക്കും. പിന്നെ നെയ്യിൽ വറുത്ത ഈ എല്ലാ ഐറ്റംസും അവലും കൂടെ ചേർന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ, വാവ്. അപ്പോൾ വീഡിയോ കണ്ടല്ലോ. അവല് വിളയിച്ചത് ആർക്കും ഇഷ്ടമല്ലാത്തത്? നല്ല സോഫ്റ്റ് ആയിട്ട് അവല് വിളയിച്ചാലോ. അപ്പോൾ ദേ അതിനാവശ്യമായ തേങ്ങ, നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത് നാലാക്കിയിട്ട് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എള്ള്, കറുത്ത എള്ള് കഴുകി അരിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പ് കൊടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നല്ല സോഫ്റ്റ് ആയിട്ട് എങ്ങനെ അവല് വിളയിക്കാമെന്ന് നമുക്ക് നോക്കാം. പിന്നെ അതേ ശർക്കര ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കേ ഇതൊന്ന് വിളയിച്ചെടുക്കാൻ പറ്റുക പാനോ ചീനച്ചട്ടിയോ ഉരുളിയോ എന്ത് വേണമെങ്കിലും അടുപ്പത്തേക്ക് വയ്ക്കാം. അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അല്പം അവൽ മാത്രമേ എടുക്കുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ടീസ്പൂൺ നെയ്യ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് കൂടുതൽ ആവശ്യമാണെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടേ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഒന്ന് മൂക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കാം. ഇങ്ങനെ പാനിൽ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ നെയ്യിലൊക്കെ അവിലിട്ട് വിളയിച്ചെടുക്കുമ്പോഴേ അവിൽ ഡ്രൈ ആവാതെ നോക്കണം. ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ചവയ്ക്കാൻ പറ്റില്ല, താടിയൊക്കെ കഴിക്കും കുറച്ച് കഴിക്കുമ്പോഴത്തേനും. നമ്മളിവിടെ ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ. എത്ര കഴിച്ചാലും താടി കഴിക്കില്ല, വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കും അവിൽ. അപ്പോൾ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ദേ ഞാൻ അണ്ടിപ്പരിപ്പ് വാരിയെടുത്തതിന് ശേഷം നമ്മളുടെ പഴം നാലാക്കി മുറിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഉടയണ്ട എന്ന് വെച്ചാൽ ഉടഞ്ഞു കഴിഞ്ഞാൽ കട്ട കുത്തും. അപ്പോൾ ഉടയാണ്ടിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ടിട്ട് തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ രണ്ട് ഭാഗത്തെയും കളറ് മാറി കിട്ടും. വെന്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ അതിൻ്റെ കളറ്. അപ്പോൾ അങ്ങനെ ആ ഒരു ലെവലെത്തുമ്പോൾ നമുക്ക് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി പഴവും തേങ്ങയും കൂടെ ഒന്ന് നന്നായി ഒരല്പം നേരം ഒന്ന് ഇളക്കാം. അപ്പം നിങ്ങൾ നോക്കേണ്ടത് പഴം നന്നായി വെന്ത് കഴിഞ്ഞാൽ കട്ട പിടിക്കും. അതേപോലെ നന്നായി പാകം വന്ന പഴമാണെങ്കിലും കട്ട പിടിക്കും കേട്ടോ, ഒരുപാട് ഇളക്കി ഉടച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഓരോ സ്പൂണ് അവിൽ വിളയിച്ചത് വായിൽ വയ്ക്കുമ്പോൾ പഴം കട്ട പിടിച്ചതായിരിക്കും കിട്ടുക. അപ്പം എന്താ ഉണ്ടാവുക, അവിൽ വേറെ പഴം വേറെ ആയിട്ട് കിടക്കും. നമുക്ക് എല്ലാം കിട്ടണ്ടേ. ഞാൻ നമ്മളെടുത്ത് വെച്ച എള്ളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതും കൂടെ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ശർക്കരപ്പാനിയും കൂടെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരത്തിൻ്റെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഞാനിവിടെ അല്പം കുറവാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു സ്വല്പം കൂടുതൽ ഈ ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നമ്മളുടെ അവിലിട്ട് കൊടുത്ത് അതിൽ കിടന്ന് ഇളക്കിയെടുക്കണ്ടേ. ശർക്കരപ്പാനിയുടെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അവിൽ ഡ്രൈ ആയി പോവും. അപ്പോൾ അതുകൊണ്ട് ഒരു സ്വല്പം ശർക്കരപ്പാനി കൂടുതലായിട്ട് ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മളുടെ എടുത്ത് വെച്ചിട്ടുള്ള അവിലും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നന്നായി ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം അല്ലേ. അപ്പോൾ ആ ശർക്കരയും തേങ്ങയും എള്ളും അണ്ടിപ്പരിപ്പും നെയ്യും ഒക്കെ നന്നായി അവിലിൻ്റെ മുകളിൽ പഴവും ഒക്കെ അങ്ങോട്ട് നന്നായി പിടിക്കട്ടെ. അപ്പോഴേ നമുക്ക് ആ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അതല്ലെങ്കിൽ പെട്ടെന്ന് ശർക്കരപ്പാനി ഡ്രൈ ആയി പോയാണ്ടല്ലോ എന്താ ഉണ്ടാവുക, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കഴിക്കുമ്പോൾ ഒരു ഭാഗം ഇട്ട് കഴിച്ചു കഴിഞ്ഞാൽ ആ ഭാഗം കഴയ്ക്കും. അത് കഴിഞ്ഞ് അടുത്ത ഭാഗത്തിട്ട് കഴിഞ്ഞാൽ ആ ഭാഗം കഴയ്ക്കും അല്ലേ. അപ്പം ഞാൻ കുറച്ച് ഏലക്കായുടെ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്കിത് ഇറക്കാറായി തുടങ്ങി. നല്ല മണമൊക്കെ വരുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ശരിക്കും എന്താ പറയുക, പായസത്തിൻ്റെ ഒക്കെ ഒരു മണം വരുന്നുണ്ട്. ഏലക്കായ ഇട്ടുകൊണ്ട് മാത്രമല്ല കേട്ടോ, നമ്മുടെ പഴവും നെയ്യൊക്കെ ഉണ്ടല്ലോ, അത് കാരണം ഒരു പ്രത്യേക മണം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അവിൽ വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആ പഴമൊക്കെ ആ നെയ്യിൽ കിടന്നിട്ട് വെന്തിട്ടും പിന്നെ നമ്മുടെ നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും തേങ്ങയും അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വന്നപ്പോൾ നല്ല കിട്ടു ടേസ്റ്റ് ആയിട്ട് കേട്ടോ. അപ്പോൾ ഇനി ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നമ്മുടെ താടിയൊന്നും കിടക്കില്ല കേട്ടോ. വളരെ സ്മൂത്തായിട്ട് കഴിക്കാം എല്ലാവർക്കും. വളരെ ഹെൽത്തിയാണ്. നമ്മൾ നേന്ത്രപ്പഴം ഇട്ടത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്. വിശപ്പ് മാറി കിട്ടും. നോക്കിക്കേ, നല്ല കിടു ലുക്കായിട്ടില്ലേ. ലുക്ക് മാത്രമല്ല കേട്ടോ, ടേസ്റ്റും അതുപോലെയാണ്. ഇപ്പോൾ ഓരോ സ്പൂൺ അവൽ വിളയിച്ചെടുക്കുമ്പോഴും അതിൽ പഴം ഉണ്ടായിരിക്കും. നമ്മൾ ചെറുപഴം കിട്ടുമ്പോൾ അവൽ വിളയിക്കാറുണ്ട് അല്ലേ, പക്ഷേ ഹെൽത്തിന് നല്ലത് നേന്ത്രപ്പഴം അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ ബൈ.